കഥാസരിത് സാഗരം എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമുക്ക് കേൾക്കാൻ പോകുന്നത് ഒരു മനോഹരമായ ശ്രീകൃഷ്ണ കഥയാണ്. നമുക്ക് കഥയിലേക്ക് കടക്കാം. ശ്രീകൃഷ്ണ കഥകൾ. മഹാഭാരത യുദ്ധം കഴിഞ്ഞ് ശ്രീകൃഷ്ണൻ ദ്വാരകയിലേക്ക് മടങ്ങുന്ന വഴിയിൽ തന്റെ പഴയ സുഹൃത്തായ ഉദംഗ മഹർഷിയെ കണ്ടുമുട്ടി. പിരിയുന്ന വേളയിൽ മഹർഷിക്ക് എന്തെങ്കിലും വരം നൽകണമെന്ന് കൃഷ്ണൻ ആഗ്രഹിച്ചു. എന്നാൽ ശ്രീകൃഷ്ണന്റെ വിശ്വരൂപം തന്നെ കണ്ട ഉദംഗ മഹർഷി പറഞ്ഞു, കൃഷ്ണ, നിനക്കപ്പുറം മറ്റൊരു വരവും എനിക്ക് വേണ്ട. എങ്കിലും ഭഗവാന്റെ നിർബന്ധത്തിനു വഴങ്ങി ഉദംഗൻ ഒരു വരം ചോദിച്ചു. എനിക്ക് എപ്പോഴൊക്കെ ദാഹം തോന്നിയാലും അപ്പോഴൊക്കെ കുടിക്കാൻ ആവശ്യമായ ജലം ലഭിക്കണം. അങ്ങനെയാകട്ടെ എന്ന് കൃഷ്ണൻ അനുഗ്രഹിച്ചു. ഒരു ദിവസം ഉദംഗ മഹർഷി യാത്രയ്ക്കിടയിൽ ഒരു വനത്തിനുള്ളിൽ വെച്ച് കടുത്ത ദാഹം അനുഭവപ്പെട്ടു. അപ്പോൾ കൃഷ്ണനിൽ നിന്നു ലഭിച്ച വരത്തെക്കുറിച്ച് അദ്ദേഹം മനസ്സിൽ ഓർത്തു. അവിടെ വെച്ച് ഒരു കാട്ടാളൻ വരുന്നത് അദ്ദേഹം കണ്ടു. കീറിയും മുഷിഞ്ഞും ആയ വസ്ത്രം, കൂടെ 5 വേട്ടനായ്ക്കൾ, ചുമലിൽ തൂങ്ങിയ ഒരു തുകൽ സഞ്ചി. ഉദംഗ മഹർഷിയെ കണ്ട കാട്ടാളൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മഹർഷേ, ദാഹം കൊണ്ടു തളർന്നതുപോലെ തോന്നുന്നു. ഇതാ, ഈ ജലം കുടിച്ചാലും. എന്നാൽ അവന്റെ വേഷവും രൂപവും കണ്ടു അത് ഇഷ്ടപ്പെടാതിരുന്ന ഉദംഗ മഹർഷി പറഞ്ഞു, സുഹൃത്തേ നന്ദി, എനിക്ക് ജലം വേണ്ട. മനസ്സിൽ വിഷമത്തോടെ അദ്ദേഹം ചിന്തിച്ചു, കൃഷ്ണ, നീ എനിക്ക് നൽകിയ വരം എവിടെ പോയി? കാട്ടാളൻ വീണ്ടും ജലം കുടിക്കാൻ നിർബന്ധിച്ചെങ്കിലും ഉദംഗ മഹർഷി അത് നിരസിച്ചുകൊണ്ടേയിരുന്നു. അവസാനം കാട്ടാളൻ അപ്രത്യക്ഷനായി. അപ്പോഴാണ് ഇത് ഒരു സാധാരണ മനുഷ്യൻ അല്ല എന്ന് ഉദംഗ മഹർഷിക്ക് മനസ്സിലായത്. ആ നിമിഷം തന്നെ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഉദംഗമുനി ചോദിച്ചു, കൃഷ്ണ, ഇതെന്തു പരീക്ഷണമാണ്? ഒരു വൃത്തിയുമില്ലാത്ത കാട്ടാളന്റെ കൈവശമാണോ നീ എനിക്ക് ജലം അയച്ചത്? ശ്രീകൃഷ്ണൻ ദുഃഖത്തോടെ പറഞ്ഞു, ഉദംഗ, അങ്ങയ്ക്ക് ദാഹം തോന്നിയപ്പോൾ ഇന്ദ്രനോട് അമൃതം തന്നെയായിരുന്നു ഞാൻ ചോദിച്ചത്. എന്നാൽ ഒരു സാധാരണ മനുഷ്യൻ അമൃതം കുടിച്ചു അമരനായാൽ ഇന്ദ്രൻ അത് ഇഷ്ടമായില്ല. അവസാനം എന്റെ നിർബന്ധം കാരണം ഇന്ദ്രൻ ഒരു നിബന്ധന വെച്ചു. ഒരു കാട്ടാളന്റെ രൂപത്തിൽ പോയി മാത്രമേ ഉദംഗനു അമൃതം നൽകൂ എന്നായിരുന്നു ആ നിബന്ധന. അങ്ങ് യഥാർത്ഥ ജ്ഞാനം നേടിയവനാണെന്ന് ഞാൻ വിശ്വസിച്ചു. അതിനാലാണ് ആ പരീക്ഷണം ഞാൻ സമ്മതിച്ചത്. പക്ഷേ നിന്റെ മനസ്സിലെ ഭേദഭാവം കാരണം ഇന്ദ്രന്റെ മുന്നിൽ ഇന്ന് ഞാനും തോറ്റുപോയിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ ഉദംഗ മഹർഷിക്ക് തന്റെ തെറ്റ് മനസ്സിലായി. തനിക്ക് ഇതുവരെ യഥാർത്ഥ ജ്ഞാനം ലഭിച്ചിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്താൻ കൃഷ്ണൻ തന്നെ നടത്തിയ ഒരു പരീക്ഷണം ആയിരുന്നു ഇതെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. മതമോ കുലമോ വേഷമോ ഒന്നും അല്ല പ്രധാനം. എല്ലാവരിലും ഉള്ളത് ഒരേ ഈശ്വരൻ തന്നെയാണ്. കാട്ടാളനിലും ബ്രാഹ്മണനിലും ഒരുപോലെ. ഈ സത്യം ഉദംഗമുനിക്ക് ശ്രീകൃഷ്ണൻ മനസ്സിലാക്കി കൊടുത്തു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ഷെയർ ചെയ്യൂ. കൂടുതൽ മനോഹരമായ പുരാണകഥകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. ശുഭദിനം.